സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലില്ലി ഭാഗം 10. ചാൾസ് ലീറോയുടെ അടുത്തിരുന്നപ്പോൾ അയാൾ ഉപയോഗിച്ച ആഫ്റ്റർ ഷേവിന്റെ മൃദുഗന്ധം സ്വീറ്റിക്ക് അനുഭവപ്പെട്ടു. പുഞ്ചിരിയോടെയാണ് അയാൾ ഡ്രൈവ് ചെയ്തത്. നീണ്ട വെളുത്ത വിരലുകളായിരുന്നു അയാളുടേത്. ഫുൾ സ്ലീവുള്ള വെള്ള സിൽക്ക് ഷർട്ടും ചാര ഓവർകോട്ടുമായിരുന്നു അയാളുടെ വേഷം. നീണ്ട മൂക്കും ഉയർന്ന കവിളലുകളും അയാളുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ടായിരുന്നു. ചാൾസ് പെട്ടെന്ന് തലതിരിച്ച് സ്വീറ്റിയെ ഒന്ന് നോക്കി. എന്താണിങ്ങനെ നോക്കുന്നത്? എവിടെ സൗന്ദര്യം കണ്ടാലും ഞാനിങ്ങനെ നോക്കിയിരിക്കും, അവൾ പറഞ്ഞു. അയാൾ പൊട്ടിച്ചിരിച്ചു. ഞാനും അങ്ങനെയാ, പക്ഷെ ഇപ്പോൾ സ്വീറ്റിയെ തന്നെ നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്താൽ കാർ ഏതെങ്കിലും കൊക്കയിൽ ചെന്ന് വീഴും, അയാൾ പറഞ്ഞു. വേണ്ട, മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷെ കുറച്ചു നാൾ കൂടി ജീവിക്കാൻ കൊതിയുണ്ട്. അതെ, ഈ നല്ല പ്രായത്തിൽ അറിയാനും അനുഭവിക്കാനുമുള്ളത് ബാക്കി വെച്ചിട്ട് ഈ ലോകം വിട്ടു പോകുന്നത് മണ്ടത്തരമാണ്, അയാൾ യോജിച്ചു. കാർ ഒരു ഹെയർപിന് വളവ് കയറാൻ തുടങ്ങി. ഇടതുവശത്ത് കൊക്കയാണ്. കൊക്കയിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പെട്ടെന്ന് സ്വീറ്റ് ചോദിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക്. അതേ വിടാ. ഇവിടുന്ന് അല്പനേരം മുകളിലേക്ക് യാത്ര ചെയ്യണം. കുറച്ച് തേയിലയും ഓറഞ്ചും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. തോട്ടത്തിന്റെ നടുവിൽ കുന്നിൻ ചെരുവിൽ ഒരു ചെറിയ ബംഗ്ലാവ്, അയാൾ പറഞ്ഞു. ഓറഞ്ച് തോട്ടം? കൗതുകത്തോടെ അവൾ ചോദിച്ചു. അതെ, ഓറഞ്ച് വിളഞ്ഞു പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീറ്റിക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം. ഓർത്തിട്ട് കൊതി വരുന്നു, അവൾ പറഞ്ഞു. ഓർത്തിട്ട് വേറെന്തെങ്കിലും കൊതി വരുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചാൾസിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അവൾ പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അങ്ങ് ചെന്ന് പറഞ്ഞാ പോരെ? ഇപ്പോൾ പറഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞ് അത്രയും സമയവും കൂടി നമുക്ക് ലാഭിക്കാം. അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് സ്വീറ്റിക്ക് തോന്നി. ശരി, നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. എന്നെക്കുറിച്ച് ചാൾസിന് എന്തൊക്കെ അറിയാം? ഡോക്ടർ അശോകിന്റെ ബന്ധുവാണെന്ന്. എന്ന് മാത്രമല്ല, കിട്ടിയാൽ കൊള്ളാമെന്ന് ഏത് പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു സുന്ദരിയാണെന്നും. അയാളുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അത്രയുള്ളൂ? അല്ല, കന്യാസ്ത്രീയാൻ പോയിട്ട് മഠത്തിൽ നിന്ന് ചാടിപ്പോന്നവളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ ഓർമ്മിച്ചു. യെസ്, അപ്പനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. ടീച്ചേഴ്സിന്റെ മക്കൾ ഇങ്ങനെ തലതെറിച്ചു പോകാറില്ല. എന്റെ കാര്യത്തിൽ എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല, അവൾ ചിരിച്ചു. തലതെറിച്ച പെണ്ണുങ്ങളെ എനിക്കിഷ്ടമാണ്, അയാൾ പറഞ്ഞു. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എനിക്കിപ്പോ 29 വയസ്സുണ്ട്. BSc പാസ്സായിട്ടുണ്ട്. ഹോം സയൻസ് ആയിരുന്നു വിഷയം. റിയലി? ആശ്ചര്യത്തോടെ അയാൾ അവളെ നോക്കി. അതെ, ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. കോളേജിൽ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, എന്നേക്കാൾ 5 വയസ്സ് കൂടുതലുള്ള ഒരു കന്യാസ്ത്രീ. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. ആ സിസ്റ്ററിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ടാണ് കന്യാസ്ത്രീയാകാൻ പോയത്, അവൾ പറഞ്ഞു. എന്നിട്ട് കഷ്ടിച്ച് 1.5 വർഷം അവിടെ. ശരീരത്തിന്റെ പ്രലോഭനം വലുതായിരുന്നു. ഒടുവിൽ ശരീരം തന്നെ ജയിച്ചു. മഠത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ വീട്ടിലായിരുന്നു. അപ്പനമ്മമാരുടെയും സഹോദരങ്ങളുടെയും കുത്തുവാക്കുകളും അവഗണനയും സഹിക്കാതായപ്പോഴാണ് അശോകിന്റെ മമ്മയുടെ അടുത്ത് അഭയം തേടിയത്. എ ടച്ചിങ് സ്റ്റോറി. സ്റ്റോറിയല്ല, ലൈഫാണ്, അവൾ തിരുത്തി. അപ്പോഴേക്ക് ഒരു കൂറ്റൻ ഗേറ്റിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. ഗേറ്റിന് പിന്നിൽ ആർച്ചിന്റെ ആകൃതിയിൽ ഒരു ബോർഡ്, മൗണ്ടൻ ഗാർഡ് ടീ എസ്റ്റേറ്റ്. കാക്കിയിട്ടൊരു തമിഴൻ ഓടി വന്ന് ഗേറ്റ് മലർക്കെ തുറന്നു വെച്ചു. ഇതാണ് എന്റെ സാമ്രാജ്യം, അഭിമാനത്തോടെ ചാൾസ് പറഞ്ഞു. കാറുള്ളിലേക്കോടി. ഇരുവശത്തും തേയിലത്തോട്ടം. കറുത്ത റിബൺ പോലെ വളഞ്ഞു പുളഞ്ഞ ടാറോഡ്. വെയിൽ ഒട്ടുമില്ലായിരുന്നു. മൂടൽമഞ്ഞ് തേയിലച്ചെടികൾക്ക് മീതെ വിടാതെ തങ്ങി നിന്നു. ബൈബിളിലെ സോളമന് മുന്തിരിത്തോട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭൂമിയിലെ ചാൾസിന് ഓറഞ്ച് തോട്ടവും. അയാൾ പൊട്ടിച്ചിരിച്ചു. ഒന്ന് നിർത്താമോ? പെട്ടെന്ന് സ്വീറ്റ് ചോദിച്ചു. സൈഡ് ഒതുക്കി ചാൾസ് കാർ നിർത്തി. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. മനോഹരമായ കാഴ്ച. ഒരു വശത്ത് ഓറഞ്ച് തോട്ടം, മറുവശത്ത് തേയിലത്തോട്ടം. നീല നിറത്തിലുള്ള ആകാശം. അകലെ മഞ്ഞ മൂടിയ മലകൾ. ഇളം തണുപ്പേറ്റ് നിന്ന് അവൾ വിറച്ചു. ഇവിടെ ഇങ്ങനെ നിന്നാ നേരം പോകുന്നതറിയില്ല, ചാൾസ് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അവൾ പറഞ്ഞു. അയാൾ ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. അവൾ എതിർത്തില്ല. അവളുടെ മാറിടങ്ങൾ അയാളുടെ നെഞ്ചിലുരസി. നമുക്ക് പോകാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ കാറിനടുത്തേക്ക് നടന്നു. ചാൾസ്, യു ആർ എ ലക്കി ഗായ്, അവൾ മന്ത്രിച്ചു. യെസ്, ഐ നോ ദാറ്റ്. വാട്ട് ഈസ് യുവർ ഏജ്? അവൾ ചോദിച്ചു. 36. യുവർ മെഷർമെന്റ്, ഐ ഗെസ്, അവൾ ചിരിച്ചു. യു ആർ റൈറ്റ്. ചാൾസ്,
ഈ 36 വയസ്സിനിടെ എത്ര പെണ്ണുങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്? ഒരുപാട്. ഐ എം ഗ്ലാഡ് യു ടോൾഡ് മീ ദ ട്രൂത്ത്. ഒരുപാട് പെണ്ണുങ്ങൾ. സ്വാഭാവികം. യു ആർ റിച്ച്, യു ആർ യങ് ആൻഡ് ഹാൻസം. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അവർ കാറിൽ കയറി. വണ്ടി വീണ്ടും മുന്നോട്ടോടി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായോ? സ്വീറ്റി ചോദിച്ചു. ഇല്ല. നേരിട്ടങ്ങ് ചോദിച്ചേക്കാം. ചാൾസിന് എന്നെ കെട്ടിക്കൂടെ? അവളുടെ ചോദ്യം കേട്ട് അയാൾ ചിരിച്ചു. ആർ യു സീരിയസ്? യെസ്. അവൾ തലകുലുക്കി. 1 വർഷം മുമ്പാണ് സ്വീറ്റി ഇക്കാര്യം ചോദിച്ചതെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഇപ്പോ എന്താണ് തടസ്സം? അവൾ ചോദിച്ചു. ഞാൻ മെർലിനെ കണ്ടുമുട്ടിയിട്ട് 1 വർഷമായി. ഉദ്ദേശിച്ച സ്ഥലത്ത് സംസാരം വന്നെത്തിയെന്ന് സ്വീറ്റിക്ക് മനസ്സിലായി. അപ്പോഴേക്ക് മനോഹരമായൊരു ബംഗ്ലാവിന്റെ മുന്നിൽ ചെന്ന് കാർ നിന്നു. കരിങ്കല്ലും ഇഷ്ടികയും കൊണ്ട് പണിഞ്ഞ മാളിക, ആർച്ചുകളുള്ള ജനാലകളും വാതിലുകളും, നിറമുള്ള ചില്ലുകൾ പതിച്ച ജനൽപ്പാളികൾ, മുൻവശത്ത് റോസാ പൂന്തോട്ടം. ഇതാണ് എന്റെ കൊട്ടാരം. വരൂ സ്വീറ്റി. ചാൾസ് ക്ഷണിച്ചു. അവർ കാറിൽ നിന്നിറങ്ങി. ഒരു പരിചാരകൻ വന്ന് കൂറ്റൻ മുൻവാതിൽ തുറന്നു. ചാൾസിനോടൊപ്പം അവൾ അകത്തേക്ക് കയറി ചെന്നു. മുഖം നോക്കാവുന്നത്ര മിനുസമുള്ള ഗ്രാനൈറ്റ് വിരിച്ച തറ, വിശാലമായ ഡ്രോയിങ് റൂം, അതുപതുത്ത വലിയ സോഫകൾ നിരത്തിയിരിക്കുന്നു. മുകളിൽ ശരറാന്തലുകൾ. പ്ലീസ് സിറ്റ് ഡൗൺ, ചാൾസ് പറഞ്ഞു. സ്വപ്നലോകത്തെത്തിയ പ്രതീതിയായിരുന്നു സ്വീറ്റിക്ക്. അവൾ സോഫയിലിരുന്നു. സ്വീറ്റിക്ക് കുടിക്കാൻ എന്താ? ചാൾസ് പെട്ടെന്ന് ആതിഥേയനായി. എന്തായാലും മതി. സംതിങ് ഹോട്ട്? ഓക്കെ. ചാൾസ് പുഞ്ചിരിച്ചു. പീറ്റർ, അയാൾ ഉറക്കെ വിളിച്ചു. വിളി കാത്തിരുന്നത് പോലെ യൂണിഫോം ധരിച്ച പരിചാരകൻ പെട്ടെന്ന് ഡ്രോയിങ് റൂമിലേക്ക് വന്നു. കണ്ണുകൾ കൊണ്ടാണ് അയാളും ചാൾസും തമ്മിൽ ആശയവിനിമയം നടന്നത്. തല ഒന്ന് കുനിച്ചിട്ട് പീറ്റർ പിൻവാങ്ങി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? വീണ്ടും അതിലേക്ക് പോകാൻ സ്വീറ്റി തിടുക്കപ്പെട്ടു. യെസ്, മെർലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു നിർത്തിയത്, അയാൾ ഓർമ്മിച്ചു. മെർലിനാണോ അപ്പോൾ തടസ്സം? അവൾ ചോദിച്ചു. തടസ്സം എന്നത് ശരിയല്ല. അവളെ എനിക്ക് വേണം. എന്റെ മോഹമാണ്, അന്തസ്സിന്റെ പ്രശ്നമാണ്. അവളെ വൈഫാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്റെ തോൽവിയാണ്. ബട്ട് ചാൾസ്, ഷീസ് ഇൻ ലവ് വിത്ത് അശോക്, സ്വീറ്റി പറഞ്ഞു. അതെനിക്കറിയാം, ബട്ട് ഐ ഡോണ്ട് കെയർ. അവൾ ആരെ ലവ് ചെയ്താലും എനിക്ക് അവളെ വേണം. അത് ക്രൂരതയല്ലേ ചാൾസ്? സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ ഒന്നിക്കട്ടെ. നമ്മൾ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അവരാണ് പെർഫെക്റ്റ് മാച്ച്, അവൾ പറഞ്ഞു. പീറ്റർ ഒരു ട്രേയിൽ 2 സ്ഫടിക ഗ്ലാസുകളുമായി വന്നു. പാതിയോളം നിറമില്ലാത്തൊരു ദ്രാവകമായിരുന്നു അതിൽ. ഒരു ഗ്ലാസ് ചാൾസ് സ്വീറ്റിക്ക് കൊടുത്തു. രണ്ടാമത്തേത് അയാളും എടുത്തു. പീറ്റർ നിശബ്ദനായി പിൻവാങ്ങി. ഗ്ലാസ്സിലെ ദ്രാവകത്തിന്റെ അടിയിൽ വൃത്താകൃതിയിൽ മുറിച്ചൊരു കഷ്ണം നാരങ്ങ അവൾ കണ്ടു. വോഡ്കയാണ്, അയാൾ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്? ഗ്ലാസ് ഉയർത്തി ഒരു സിപ്പ് എടുത്തു. എന്റെ സ്വാർത്ഥത കൊണ്ടല്ല ഞാൻ മെർലിന് വേണ്ടി വാദിക്കുന്നത്. ചാൾസ്, അങ്ങനെ വിചാരിക്കരുത്, സ്വീറ്റി പറഞ്ഞു. ഞാൻ അങ്ങനെ ചിന്തിച്ചതുപോലുമില്ല. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് വേറെ. 2 തമ്മിൽ കൂട്ടിക്കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. സ്വീറ്റി ഒരു കവിൾ വോഡ്ക കുടിച്ചു. ഐ ഹാവ് എ റിക്വസ്റ്റ്, പെട്ടെന്ന് ചാൾസ് പറഞ്ഞു. ചോദ്യഭാവത്തിൽ സ്വീറ്റി അയാളെ നോക്കി. സ്വീറ്റിയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് മെർലിനെ കുറിച്ചോ അശോകിനെ കുറിച്ചോ സംസാരിക്കാനല്ല. നമ്മൾ 2 പേരും കൂടി മറ്റെല്ലാം മറന്ന് അല്പനേരം സന്തോഷമായി ഒരു കൂടിക്കാഴ്ച, അതുപോലെ. അയാൾ ഒരു കൈകൊണ്ട് അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. പക്ഷെ ചാൾസ്, ഞാൻ വന്നത് മെർലിന്റെ കാര്യം കൂടി സംസാരിക്കാനാണ്. എന്നെ മാരേജ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്നറിയാം, പക്ഷെ അവളെ വെറുതെ വിടരുതോ, സ്വീറ്റി അഭ്യർത്ഥിച്ചു. നോ, മെർലിന്റെ കാര്യം സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മുകളിലേക്ക് പോകാം. ഐ ഹാവ് എ റൂം ഓൺ അപ്സ്റ്റേഴ്സ് വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ. അവളെയും കൊണ്ട് മുകളിലേക്ക് പോകാൻ അയാളോട് ശ്രമം നടത്തി. പക്ഷെ അവൾ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. നോ ചാൾസ്, അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്. ഐ വുഡ് ഹാവ് ബീൻ വില്ലിംഗ് ഇഫ്. മെർലിന്റെയും അശോകിന്റെയും മാരേജിന് നിങ്ങൾ സമ്മതിക്കുകയില്ലെങ്കിൽ ഞാൻ പോകുകയാണ്. ചാൾസിന്റെ മുഖം മങ്ങി. എന്താ സ്വീറ്റി ഇത്? ഇവിടെ വരെ വന്നിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ടാക്കിയിട്ട്? ഐ ഹാവ് ടു ഗോ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ദിസ് ഈസ് ക്രൂവൽ. ഒന്നുകിൽ എന്നെ തിരിച്ചു കൊണ്ട് ചെന്നാക്കുക, അല്ലെങ്കിൽ വേറൊരു വണ്ടി ഏർപ്പാട് ചെയ്യുക. ചാൾസ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു നിമിഷം നിന്നു. ഓക്കെ, ഐ വിൽ അറേഞ്ച് ടു ഡ്രോപ്പ് യു ദെയർ. അയാൾ പീറ്ററെ വിളിച്ചു. സ്വീറ്റിക്ക് തിരിച്ചു പോണം. തോമസിനോട് വണ്ടി ഇറക്കി നിർത്താൻ പറയൂ. തല ഒന്ന് കുനിച്ചിട്ട് പീറ്റർ പിൻവാങ്ങി. അത് കഴിക്കൂ, ചാൾസ് ആവശ്യപ്പെട്ടു.
ഗ്ലാസ്സിലെ വോഡ്ക ഒറ്റ വെറുപ്പിന് സ്വീറ്റി കുടിച്ചു തീർത്തു. ഗ്ലാസ് വാങ്ങി ചാൾസ് സൈഡ് ടേബിളിൽ വെച്ചു. അപ്പോൾ എന്നെ നിരാശപ്പെടുത്തിയിട്ട് പോകുകയാണ് അല്ലേ? അയാൾ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. സ്വീറ്റി, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അയാൾ അവളെ സ്വന്തം ശരീരത്തോട് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നനവുള്ള അവളുടെ വിടർന്ന അതരത്തിലേക്ക് ചുണ്ടുകൾ അമർത്തി. അയാളുടെ ശരീരത്തിന്റെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു. തന്നെ കൈവിട്ടു പോകുമെന്ന് സ്വീറ്റിക്ക് തോന്നി. നോ ചാൾസ്. അവൾ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് സ്വയം മോചിതയായി. ഓക്കെ. അയാൾ അവളെ വാതിലിനടുത്തേക്ക് നയിച്ചു. വാതിൽ തുറന്നപ്പോൾ ഒരു നീലക്കാർ പുറത്ത് കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. അയാളെ ഒന്ന് നോക്കിയിട്ട് സ്വീറ്റ് ചെന്ന് കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് ഉള്ളിൽ കയറിയിരുന്നു. ഡോർ അടഞ്ഞപ്പോൾ ചാൾസ് കൈ ഒന്ന് ഉയർത്തി ചലിപ്പിച്ചു. കാർ മുന്നോട്ട് നീങ്ങി. സ്വീറ്റി, നീ വീണ്ടും ഇവിടെ വരും. ഞാൻ വരുത്തും. ചാൾസ് ഒന്ന് മന്ദഹസിച്ചു. ഹെയർപിൻ വളവുകൾ ഓരോന്നായി വെള്ള നിറത്തിലുള്ള ആ വലിയ കാർ കയറിക്കൊണ്ടിരുന്നു. വിൻഡോ ഗ്ലാസ് താഴ്ത്തി സ്വീറ്റി പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടു. വിശാലമായ തേയിലത്തോട്ടങ്ങൾക്ക് മീതെ സ്വർണ്ണവെയിൽ വീണുകിടക്കുന്നു. അവയ്ക്കിടയിൽ കൊളുന്തു നുള്ളുന്ന തമിഴ് സ്ത്രീകൾ അകലെ പൊട്ടുകൾ പോലെ. ചാൾസ് കൊടുത്ത വോഡ്ക സ്വീറ്റിയുടെ സിരികളിൽ ലഹരി പോലെ പതയുന്നുണ്ടായിരുന്നു. ശരീരത്തിന് ഭാരം കുറവാണ്. വേണമെങ്കിൽ കാറിന്റെ വിൻഡോ ഗ്ലാസിലൂടെ പുറത്തേക്ക് പറന്നു പോകാം. വെള്ള യൂണിഫോം ധരിച്ച ഡ്രൈവർ നിശബ്ദനായി വണ്ടിയോടിക്കുകയാണ്. ബാക്ക് സീറ്റിൽ ഒരാളുണ്ടെന്ന ഓർമ്മ പോലും അയാൾക്കില്ലെന്ന് അവൾക്ക് തോന്നി. തോമസ് എന്നല്ലേ ചാൾസ് പേര് പറഞ്ഞത്? പിന്നിൽ നിന്ന് നോക്കിയിട്ട് അയാൾ സുന്ദരനായ ഒരു യുവാവാണ്. പീറ്ററും സുന്ദരനായിരുന്നു. സൗന്ദര്യമുള്ളവരെ മാത്രമേ ചാൾസ് ജോലിക്കാരായി വെക്കുകയുള്ളൂ. തോമസ്, സ്വീറ്റി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. യെസ് മാഡം. തലതിരിച്ചു നോക്കാതെയാണ് അയാൾ പ്രതികരിച്ചത്. നല്ല ഡ്രൈവർ അങ്ങനെയാണ്. ഒരു കാരണവശാലും കണ്ണുകൾ എടുക്കാൻ പാടില്ല. എന്നെ എവിടേക്കാണ് തോമസ് കൊണ്ടുപോകുന്നത്? അവൾ കളിമട്ടിൽ ചോദിച്ചു. ഡോക്ടർ അശോകിന്റെ ക്വാർട്ടേഴ്സിലേക്ക്, അയാൾ പറഞ്ഞു. അവിടേക്കുള്ള വഴി തോമസിനറിയാമോ? അറിയാം മാഡം. മുമ്പ് പോയിട്ടുണ്ടോ തോമസ്? ആശ്ചര്യത്തോടെ സ്വീറ്റ് ചോദിച്ചു. ഉണ്ട്. എപ്പോൾ? ചാൾസ് സാറിനെയും കൊണ്ട് ഒരു തവണ അവിടെ വന്നത് ഞാനായിരുന്നു. അവൾക്കപ്പോൾ ഓർമ്മ വന്നു. അന്ന് ചാൾസ് ബാക്ക് സീറ്റിൽ നിന്നാണ് ഇറങ്ങിയത്. വണ്ടിയോടിച്ചിരുന്ന ആളെ അന്ന് അവൾ ശ്രദ്ധിച്ചതേയില്ല. ഗുഡ്. തോമസ് എത്ര നാളായി ചാൾസിന്റെ വണ്ടി ഓടിക്കുന്നു? കൗതുകത്തോടെ സ്വീറ്റി ചോദിച്ചു. 7 വർഷം. ജീസസ്, 7 വർഷം. ഈ ജോലി കളഞ്ഞിട്ട് പോകണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലേ? ഇല്ല. അതെന്താ? അത്ര ഇഷ്ടമാണ് തോമസിന്റെ ബോസിനെ? മറുപടി പറയാതെ ഒന്ന് ചിരിക്കുക മാത്രമാണ് തോമസ് ചെയ്തത്. തോമസ് വിശ്വസ്തനായ ഒരു ഡ്രൈവറാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായി ഒരു ഉത്തരം പറയാൻ പറ്റിയില്ലേ? അയാൾ ഒന്നും മിണ്ടിയില്ല. ചോദിക്കട്ടെ. ഇതുപോലെ ഏതെങ്കിലും സ്ത്രീയെ ചാൾസിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവിടേണ്ടി വന്നിട്ടുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല. അതെന്താ? എന്നെപ്പോലെ ആരും വന്നിട്ടില്ലേ? അലോഷിയാണ് അതൊക്കെ ചെയ്യാറ്. അയാൾ നാട്ടിൽ പോയിരിക്കുകയാണ്. സ്വീറ്റി ചിരിച്ചുപോയി. ഓക്കെ തോമസ്, താങ്ക് യു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തോമസിനോട് സംസാരിച്ചിട്ടില്ല. തോമസ് മറുപടി പറഞ്ഞിട്ടുമില്ല. അവൾ പറഞ്ഞു. അയാൾ മെല്ലെ തലകുലുക്കി. ക്വാർട്ടേഴ്സിന്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് കാർ നിന്നു. ഡോറ് തുറന്ന് സ്വീറ്റി പുറത്തേക്കിറങ്ങി. അവൾ കാറിന്റെ മുമ്പിലൂടെ നടന്ന് തോമസിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അയാളുടെ മുഖം അവൾ വ്യക്തമായി കണ്ടത്. സത്യമായും അയാൾ സുന്ദരൻ തന്നെയായിരുന്നു. താങ്ക് യു തോമസ്. അവളുടെ മനോഹരമായ പുഞ്ചിരികളിലൊന്ന് സ്വീറ്റി അയാൾക്ക് കൊടുത്തു. വെൽക്കം. മൃദുവായ സ്വരത്തിലാണ് തോമസ് പറഞ്ഞത്. അയാൾ മെല്ലെ കാർ റിവേഴ്സ് എടുത്ത് താഴേക്ക് ഓടിച്ചുപോയി. സ്വീറ്റി കേട്ടു തുറന്ന് അകത്തേക്ക് കയറി വീണ്ടും അതടച്ചു. അവൾക്ക് നിരാശ തോന്നി. ഒരുപാട് പ്രതീക്ഷകളുമായി പോയിട്ട് ഒടുവിൽ വെറും കൈയോടെ. ഹാൻഡ് ബാഗിൽ നിന്ന് ചാവിയെടുത്ത് ക്വാർട്ടേഴ്സിന്റെ മുൻവാതിൽ അവൾ തുറന്നു. അകത്ത് കയറിയിട്ട് വീണ്ടും അത് പൂട്ടി. പിന്നെ മുറിയിലേക്ക് ചെന്നു. വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചെടുത്തു. തണുപ്പില്ല. ഇപ്പോൾ ഇളം ചൂടാണ്. വോഡ്കയുടെ. വസ്ത്രങ്ങൾ ധരിക്കാതെ അവൾ ചെന്ന് മെത്തയിൽ കമിഴ്ന്നു കിടന്നു. ലോറൻസിന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി മടക്കി മെർലിൻ ബാഗിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ ആരോ മൃദുവായി മുട്ടിയത്. അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അശോകാണ്. അവൾ ഒരു വശത്തേക്ക് മാറി നിന്നു. അയാൾ മുറിയിലേക്ക് കയറി. വീട്ടിലേക്ക് പോകാൻ വേഷം ധരിച്ച് തയ്യാറായി ഇരിക്കുകയായിരുന്നു ലോറൻസ്. അശോക് മുഖം തിരിച്ച് മെർലിനെ ഒന്ന് നോക്കി. അവൾ പുഞ്ചിരിച്ചു. വിഷാദം നിറഞ്ഞ ഒരു ചിരിയായിരുന്നു അശോക്. വന്നിട്ട് പോകാൻ കാത്തിരിക്കായിരുന്നു ഞങ്ങൾ, അയാളെ കണ്ട് ലോറൻസ് പറഞ്ഞു.
ഒപിയിൽ നിന്ന് ഇപ്പോഴാണ് ഫ്രീ ആകാൻ പറ്റിയത്. അയാൾ പറഞ്ഞു. ബില്ല് പേ ചെയ്തു. എന്താണെന്നറിയില്ല, 5% ഡിസ്കൗണ്ട് തന്നു. മെർലിൻ അറിയിച്ചു. പപ്പ എന്റെ പേഷ്യന്റ് ആയതുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. ചില പ്രത്യേക കേസുകളിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെറിയ ഡിസ്കൗണ്ട് അനുവദിക്കാറുണ്ട്, അശോക് പറഞ്ഞു. എന്തായാലും പപ്പയ്ക്ക് സുഖമായല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അശോകാണ് അതിന്റെ പ്രധാന കാരണക്കാരൻ. അല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരില്ല. വാശി പോലെ മെർലിൻ പറഞ്ഞു. ഇത്തരം വാക്കുകൾ കേൾക്കുന്നതാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അതിരിക്കട്ടെ, പോകാൻ മെർലിന്റെ കാറുണ്ടല്ലോ. ഉണ്ട്, ഞങ്ങൾ പൊയ്ക്കോളാം, മെർലിൻ പറഞ്ഞു. അശോക് വാച്ചിൽ നോക്കി. മണി 2 കഴിഞ്ഞ് 30 മിനിറ്റ്. രണ്ടുപേരും ലഞ്ച് കഴിച്ചോ? ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. എങ്കിൽ ഇനി താമസിക്കണ്ട, ബാഗ് ഞാൻ കൊണ്ടുവന്ന് തരാം. 2 ബാഗാണ് ഉണ്ടായിരുന്നത്. അതിൽ വലുത് അശോക് എടുത്തു. ലോറൻസ് മെല്ലെ എഴുന്നേറ്റു. ഗുഡ് ബൈ മൈ ബിലവ്ഡ് റൂം. മുറി മൊത്തമൊന്ന് വീക്ഷിച്ചിട്ട് തമാശ മട്ടിൽ അദ്ദേഹം പറഞ്ഞു. ആൻഡ് ലെറ്റ് us നോട്ട് മീറ്റ് അഗെയിൻ. അശോക് അത് പൂരിപ്പിച്ചു. മെർലിൻ ചിരിച്ചു. ശരിയാണ്, ഇനി ഒരിക്കലും ഇവിടേക്ക് വരാതിരിക്കട്ടെ. അശോക് ബാഗുമായി മുന്നിൽ നടന്നു. പിന്നാലെ ലോറൻസും, ഒപ്പം മെർലിനും. പാർക്കിംഗ് ഏരിയയിലായിരുന്നു മെർലിന്റെ കാർ. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. മെർലിൻ ചെന്ന് വണ്ടിയെടുത്തു കൊണ്ടുവരൂ, അശോക് പറഞ്ഞു. ലോബിയിലുണ്ടായിരുന്ന സോഫയിൽ ലോറൻസിനെ ഇരുത്തിയിട്ട് മെർലിൻ ചെന്ന് കാർ കൊണ്ടുവന്നു. പോർച്ചിൽ വന്ന് നിന്ന കാറിന്റെ അടുത്തേക്ക് ലോറൻസിനെ അശോക് കൂട്ടിക്കൊണ്ടുപോയി. ബാഗുകൾ രണ്ടും അയാൾ ബാക്ക് സീറ്റിൽ വെച്ചു. ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റിൽ ലോറൻസിനെ ഇരുത്തി. ഇനി എന്നാ നമ്മൾ കാണുന്നത്? ലോറൻസ് ചോദിച്ചു. മെർലിൻ അറിയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് പപ്പ ചോദിച്ചത്. ഞാനിനി 4 ദിവസം കൂടിയേ ഇവിടെ കാണൂ. അതിനു മുമ്പ് ഒരു ദിവസം വീട്ടിലേക്ക് വരാം. മെർലിൻ എന്ന് വരെയാണ് ലീവ്? പപ്പയുടെ കണ്ടീഷൻ ഓക്കെയാണെന്ന് ബോധ്യപ്പെട്ടിട്ടേ ഞാൻ സ്കൂളിലേക്ക് ഇനി പോകുന്നുള്ളൂ, അവൾ പറഞ്ഞു. ഐ ആം ഓക്കെ, പെട്ടെന്ന് ലോറൻസ് പറഞ്ഞു. 2 പേരും ചിരിച്ചു. അശോകിന് എപ്പോൾ വേണമെങ്കിലും പെരുവിങ്കളിലേക്ക് വരാം, ഞാൻ അവിടെ ഉണ്ടാകും, മെർലിൻ പറഞ്ഞു. ഞാൻ വരാം. മെർലിൻ കാറിൽ കയറി. വണ്ടി മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങി. ലോറൻസ് കൈ വെളിയിലേക്കിട്ട് വീശി. അശോകും കൈ വീശിക്കാട്ടി. അശോകിന് നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ചു. അന്ന് 7 മണി കഴിഞ്ഞു അയാൾ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ. സ്വീറ്റി കുളി കഴിഞ്ഞ് വേഷം മാറി മുൻവശത്തെ മുറിയിലിരുന്ന് ഒരു പഴയ നോവൽ വായിക്കുകയായിരുന്നു. അശോകിന്റെ മുറിയിൽ നിന്ന് കിട്ടിയതായിരുന്നു അത്. അശോക് വന്നപ്പോൾ അവൾ വാതിൽ തുറന്നു കൊടുത്തു. അവളുടെ കയ്യിലിരുന്ന പുസ്തകം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. പ്രണയകഥ വായിക്കാൻ പറ്റിയ പ്രായം, അയാൾ കളിയാക്കി. പ്രണയത്തിന് കാലമോ പ്രായമോ ഇല്ല അശോക്. വൃദ്ധന്മാരും വൃദ്ധകളും തമ്മിൽ പോലും പ്രണയബദ്ധരാകാറുണ്ട്. അവൾ തിരിച്ചടച്ചു. ചൂടാകാതെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അയാൾ വേഷം മാറാനായി മുറിയിലേക്ക് പോയി. സ്വീറ്റി കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി. ഇന്ന് മെർലിന്റെ പപ്പയെ ഡിസ്ചാർജ് ചെയ്തു. ചായ കുടിക്കുമ്പോൾ അയാൾ പറഞ്ഞു. ഇനിയിപ്പോൾ അശോകിന് മനസമാധാനത്തോടെ ഹോളിക്രോസിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകാമല്ലോ. എനിക്ക് മനസമാധാനത്തോടെ ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സ്വീറ്റി? അയാൾ ചോദിച്ചു. അശോകിന്റെ ചോദ്യത്തിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. ഇനി എന്താണ് തീരുമാനം? അവൾ ചോദിച്ചു. എന്റെ മനസ്സിൽ ഒരു വഴിയും തെളിയുന്നില്ല. മെർലിനും വലിയ സങ്കടമുണ്ട് ഇല്ലേ? സ്വീറ്റി ചോദിച്ചു. അശോക് മറുപടി പറഞ്ഞില്ല. നമുക്ക് മെർലിനെയും പപ്പയും കൊണ്ട് ആരും അറിയാതെ ഇവിടുന്ന് പോയാലോ? സ്വീറ്റി ചോദിച്ചു. അവൾ വരില്ല. തന്നെയുമല്ല, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. നേരായ മാർഗമല്ല അത്. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അശോക് പറയുന്നത് ശരിയാണെന്ന് സ്വീറ്റിക്കും തോന്നി. അന്ന് രാത്രി അശോകിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ലോറൻസിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിന് വെളിയിൽ അശോകിന്റെ കാറ് വന്ന് നിൽക്കുന്നത് ജനാലയിലൂടെ മെർലിൻ കണ്ടത്. കൈ രണ്ടും തുടച്ച് ഏപ്രൺ അഴിച്ചു മാറ്റി അവൾ വേഗം ചെന്ന് മുൻവാതിൽ തുറന്നു. കാറിൽ നിന്ന് സ്വീറ്റിയാണ് ഇറങ്ങിയത്. അശോക് ഉണ്ടായിരുന്നില്ല. മെർലിനെ നിരാശപ്പെടുത്തിയതിൽ സോറി. പെരിവിങ്കളിന്റെ സിറ്റൗട്ടിലേക്ക് കയറി വന്ന് സ്വീറ്റി പറഞ്ഞു. നിരാശയോ? കാറ് കണ്ടപ്പോൾ വന്നത് അശോകാണെന്ന് വിചാരിച്ചില്ലേ? സത്യമാണ്, അവൾ സമ്മതിച്ചു. എനിക്ക് മെർലിനെ കാണാൻ പോകാൻ കാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വരുത്തിയാണ് അശോക് ഇന്ന് പോയത്. സ്വീറ്റി വരൂ. അവർ ഡ്രോയിങ് റൂമിലിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? മെർലിൻ ചോദിച്ചു. വേണ്ട, കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. പെരിവിങ്കിൾ എനിക്കിഷ്ടപ്പെട്ടു. എ ലവ്ലി കോട്ടേജ്. മെർലിൻ ഇവിടം വിട്ടു പോവില്ലെന്ന് അശോക് പറഞ്ഞതിന്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്വീറ്റി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല.
മെർലിൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സ്വീറ്റി പുഞ്ചിരിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ. എവിടെ പപ്പ? അവൾ ചോദിച്ചു. സ്വീറ്റിയെ അവൾ ലോറൻസിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. പപ്പ, ഇതാണ് സ്വീറ്റി, അശോകിന്റെ കസിൻ. മെർലിൻ അവളെ പരിചയപ്പെടുത്തി. കണ്ടിട്ടില്ലായിരുന്നെങ്കിലും മെർലിനും അശോകും പറഞ്ഞ് സ്വീറ്റിയെ എനിക്ക് നന്നായിട്ടറിയാം. ലോറൻസ് പുഞ്ചിരിച്ചു. 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. അതിന്റെ വിഷമത്തിലാണ് അശോക്. അശോക് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്നത്. മെർലിനെ ഒന്ന് നോക്കിയതല്ലാതെ ലോറൻസ് ബാക്കി പറഞ്ഞില്ല. അല്പനേരം കൂടി അവിടെ ഇരുന്നിട്ട് മെർലിനെയും കൊണ്ട് സ്വീറ്റി പുറത്തേക്കിറങ്ങി. പിന്നെ ചാൾസിനെ മെർലിൻ കണ്ടോ? ഇല്ല, 2 തവണ വിളിച്ചിരുന്നു. നാളെ പപ്പയെ കാണാൻ ഇങ്ങോട്ട് വന്നേക്കും. അവർ ഒന്നും മിണ്ടാനില്ലാതെ അല്പനേരം നിന്നു. മെർലിനെയും പപ്പയും കൊണ്ട് ആരും അറിയാതെ സ്ഥലം വിട്ടാലോ എന്ന് ഇന്നലെ രാത്രി ഞാൻ അശോകിനോട് ചോദിച്ചു. അത് വേണ്ട സ്വീറ്റി, എത്ര നാൾ ഒളിച്ചു നീവിക്കും? അയാൾ എനിക്കും അശോകിനും ഒരു മനസ്സമാധാനവും തരില്ല. അയാൾ ഒരു മനുഷ്യനല്ല, വെറുപ്പോടെ മെർലിൻ പറഞ്ഞു. ഒരു തരത്തിലും അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നാണോ മെർലിൻ പറയുന്നത്? പറ്റും, പക്ഷെ എന്തെങ്കിലും തക്കതായ കാരണം വേണം. സം കോൺക്രീറ്റ് എവിഡൻസ് അബൌട്ട് ഹിസ് ക്യാരക്ടർ ഓർ സം അതർ. അയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ട് മെർലിൻ, ഐ നോ ദാറ്റ്, സ്വീറ്റി പറഞ്ഞു. പക്ഷേ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്നാണ് സ്വീറ്റിയുടെ മനസ്സിൽ ഒരു ആശയം വീണത്. ചാൾസിന്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു തെളിവ്. യെസ്, അത് നിഷ്പ്രയാസം ഉണ്ടാക്കാം. സ്വീറ്റി ആത്മവിശ്വാസത്തോടെ മെർലിന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. മെർലിൻ ഒന്നും മനസ്സിലായില്ല. എനിക്കിപ്പോ എത്ര വയസ്സുണ്ടെന്നറിയാമോ മെർലിൻ? പുഞ്ചിരിയോടെ സ്വീറ്റി ചോദിച്ചു. നോ ഐഡിയ, മെർലിൻ പറഞ്ഞു. 29 കഴിഞ്ഞു. ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ എനിക്കോ മറ്റുള്ളവർക്കോ വേണ്ടി പ്രയോജനമുള്ളൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സ്വീറ്റി സ്വയം നടത്തിയ ഒരു വിലയിരുത്തലായിരുന്നു അത്. അവളുടെ സ്വരത്തിലെ നിരാശ മെർലിൻ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. ആശിച്ച ജീവിതം എനിക്കിനി കിട്ടുമെന്ന പ്രതീക്ഷയില്ല മെർലിൻ. എന്റെ കൈപിടിച്ച് പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഒരു പുരുഷനും ഇനി വരില്ല. പ്ലീസ് സ്വീറ്റി, അങ്ങനെയൊന്നും പറയരുത്. 29 വയസ്സ് ഒരു പ്രായമല്ല. യു ആർ സ്റ്റിൽ യങ്, ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്, മെർലിൻ പറഞ്ഞു. സ്വീറ്റി പുഞ്ചിരിച്ചു. അതൊരു വിഷാദം നിറഞ്ഞ ചിരിയായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് പോകും മുമ്പ് ഞാൻ മെർലിന് ഒരു സർപ്രൈസ് തരും. എ പ്ലസന്റ് സർപ്രൈസ്. മെർലിന് മാത്രമല്ല, അശോകിനും. എന്ത് സർപ്രൈസ്? മെർലിന് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. അത് സസ്പെൻസ്. ചിലപ്പോ നാളെ അറിയാം, അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ. ഗൂഢഭാവത്തിൽ കണ്ണും നുറുക്കിയിട്ട് സ്വീറ്റി യാത്ര പറഞ്ഞുപോയി. അവളുടെ കാർ അപ്രത്യക്ഷമാകുന്നതുവരെ മെർലിൻ ഗേറ്റിനടുത്തു നിന്നു. ആർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ് സ്വീറ്റി എന്ന് അവൾക്ക് തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ പെരുവിംഗ്ലിന്റെ മുന്നിൽ വേറൊരു കാർ വന്നു നിന്നു. അത് ചാൾസ് ലിറോയുടെ കാറായിരുന്നു. ബാക്ക്ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ചാൾസിനെ കണ്ട് മെർലിൻ ഞെട്ടി. അവൾ കിച്ചണിൽ നിൽക്കുകയായിരുന്നു. ചാരനിറത്തിലുള്ള സ്യൂട്ടാണ് ചാൾസ് ധരിച്ചിരുന്നത്. ചുവന്ന ടൈയും. സുന്ദരനായ ഡ്രാക്കുള, അങ്ങനെയാണ് അവൾക്ക് തോന്നിയത്. തേറ്റപ്പല്ലുകൾ പുറമേ കാണാനില്ലെന്ന് മാത്രം. അയാൾ സിറ്റൌട്ടിലേക്ക് കയറി കോളിംഗ് ബെൽ മുഴക്കി. ഇരുണ്ട മുഖത്തോടെയാണ് മെർലിൻ ചെന്ന് വാതിൽ തുറന്നത്. ഹായ് മെർലിൻ, എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് മുഖം കണ്ടപ്പോൾ മനസ്സിലായി. സോറി ഇഫ് ഐ ഡിസ്റ്റർബ് യു. എത്ര മര്യാദരാമൻ. കപട. തോമസ്. അവളുടെ പ്രതികരണത്തിന് കാക്കാതെ അയാൾ ഉറക്കെ വിളിച്ചു. യൂണിഫോമിലായിരുന്നു ഡ്രൈവർ തോമസ്. അയാൾ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. ഡിക്കി തുറന്ന് ഈറ്റമടഞ്ഞുണ്ടാക്കിയ 2 പഴക്കൂടകൾ എടുത്തു. കുറച്ച് മുന്തിരിയും ആപ്പിളും ഓറഞ്ചുമാണ്, ഫ്രഷ് ഫ്രം ദി ഫാം. പപ്പയ്ക്ക് സർജറി കഴിഞ്ഞ സമയമല്ലേ, ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണം. ഉന്മേഷവും ആരോഗ്യം തിരിച്ചു കിട്ടും. 2 കൂടകൾ തോമസ് സിറ്റൌട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. നോ തോമസ്, അകത്ത് കൊണ്ടുചെന്ന് വെച്ചിട്ട് വാ, ചാൾസ് കൽപ്പിച്ചു. ഇതിന്റെയൊന്നും ആവശ്യമില്ല, മെർലിൻ പറഞ്ഞു. ആവശ്യമുണ്ട്. മിസ്റ്റർ ലോറൻസ് ഇനി മെർലിന്റെ പപ്പ മാത്രമല്ല, എന്റെ പപ്പ കൂടിയാണ്. മാക്സിമം 1 മാസം, അതിനുള്ളിൽ നമ്മുടെ മാരേജ് നടക്കും. ഇനി തടസ്സങ്ങളൊന്നുമില്ല. തോമസ് കൂടകൾ 2 കിച്ചണിൽ കൊണ്ടുചെന്ന് വെച്ചു. പിന്നെ നിശബ്ദനായി കാറിൽ കയറിയിരുന്നു. ഫ്രൂട്ട് ജ്യൂസ് മാത്രമല്ല, നല്ല കൊടുക്കണം പപ്പയ്ക്ക്. എന്റെ ഡയറിയിൽ കുറെ പശുക്കളുണ്ട്. എന്ന് രാവിലെ അപ്പോൾ കറന്ന പാലുമായി ഇവിടെ ആള് വരും. മെർലിനും കുടിക്കാം. ശരീരം കുറച്ച് പുഷ്ടിപ്പെടട്ടെ. ഇത്ര സ്ലിം ആകണ്ട. അയാൾ ഒരു ചിരി ചിരിച്ചു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. പപ്പയെ ഞാനില്ല, ഞാൻ വന്നിരുന്നുവെന്ന് മെർലിൻ പറഞ്ഞാൽ മതി. ഞാൻ ഫാദർ ഇഗ്നേഷ്യൻസിനെ കാണാൻ പോവാണ്. രാത്രി വിളിക്കാം. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ചാൾസ് എന്ന് കാലിൽ കയറി. ഇനി 3 ദിവസം കൂടി മാത്രമേ അശോക് ഇവിടെ ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ ചാൾസ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കൂ. അശോകിന്റെ ഒപ്പം നാട് വിട്ടാലോ?
പെട്ടെന്ന് അങ്ങനെയൊരു ചിന്ത മെർലിന്റെ മനസ്സിലേക്ക് കയറി വന്നു. പപ്പ എതിർപ്പൊന്നും പറയില്ല, പക്ഷേ ചാൾസിന്റെ കാർ മെല്ലെ ഹെയർപിൻ വളവുകൾ ഓരോന്നായി കയറിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോള് വന്നത്. സ്വീറ്റി. ഹായ് സ്വീറ്റി. അയാൾ കഴിയുന്നത്ര മധുരം സ്വരത്തിൽ നിറച്ചു. എന്നോട് പിണക്കമുണ്ടോ? ആശങ്കയുടെ സ്വരത്തിൽ അവൾ ചോദിച്ചു. എന്തിന്? അന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് നിരാശപ്പെടുത്തിയതിന്? ഇല്ല സ്വീറ്റി, ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതിനു മുമ്പ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നടക്കുകയില്ല, അയാൾ പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ചാൾസ് പറഞ്ഞത് ശരിയാണ്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. എങ്കിൽ ആ സമയം അടുത്തുവെന്ന് എനിക്ക് തോന്നുന്നു. റിയലി? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. അതെ ചാൾസ്, ഐ വാണ്ട് യു. വികാരപരവശമായിരുന്നു അവളുടെ സ്വരം. ചാൾസ് ഒന്നൂറി ചിരിച്ചു. 3 ദിവസം കൂടിയേ ഞങ്ങളിവിടെ കാണൂ. ശനിയാഴ്ച ഏർലി മോർണിംഗ് പോകും. അശോക് എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. അതിനു മുമ്പ് എനിക്ക് ചാൾസിനെ കാണണം. ഒരു തവണയെങ്കിലും ഒരു തവണ. ഞാൻ ആഗ്രഹിച്ചു പോയി. സ്വീറ്റി, ഐ തിങ്ക് ഐ ആം ദ ലക്കിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഇഫ് യു ആർ വില്ലിംഗ് വി ക്യാൻ മീറ്റ് ടുമോറോ, അയാൾ പറഞ്ഞു. ഓഫ് കോഴ്സ്, ഐ ജസ്റ്റ് കാൻ വെയിറ്റ്. ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് ഞാൻ കാർ അയക്കും. താങ്ക് യു ചാൾസ്. ഐ ലവ് യു. ഐ ലവ് യു സ്വീറ്റി. സ്വീറ്റി പുഞ്ചിരിയോടെ മൊബൈലിന്റെ ചുവന്ന ബട്ടണിൽ വിരലമർത്തി. അവൾ ആ സംഭാഷണം മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുഴുവൻ കിട്ടിയോ എന്നറിയാൻ അവൾ അത് പ്ലേ ചെയ്ത് നോക്കി. ഹായ് സ്വീറ്റി. മുറിയിൽ ചാൾസിന്റെ മധുരം നിറഞ്ഞ മൊഴികൾ മുഴങ്ങി. അവൾക്ക് സന്തോഷമായി. ഒരു വാക്കുപോലും നഷ്ടപ്പെടാതെ മുഴുവനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചാൾസ് ഹീറോയ്ക്കെതിരെ പ്രയോഗിക്കാവുന്ന ഒന്നാമത്തെ ആയുധം. ഇതിലും ആപൽക്കരമായ അടുത്ത ആയുധം നാളെ കൈ കിട്ടും. ഒരു കാരണവശാലും ഇത് ഡിലീറ്റ് ആകാൻ പാടില്ല. അവൾ അശോകിന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ഡാറ്റാ കേബിൾ വഴി ആ സംഭാഷണം കോപ്പി ചെയ്തു. മൈ ഡോക്യുമെന്റ്സിൽ ചാൾസ് എന്ന ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്തു. നാളെ രാവിലെ ചാൾസ് കാർ അയക്കും. ഡ്രൈവർ തോമസ് തന്നെയായിരിക്കുമോ? ഓറഞ്ച് തോട്ടത്തിന് നടുവിലുള്ള ആ ഗസ്റ്റ് ഹൗസ് നാളെ ചില അപൂർവ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഓറഞ്ചിന്റെ മണമുള്ള അന്തരീക്ഷവും ഓറഞ്ചിന്റെ രുചിയുള്ള വോഡ്കയും ഓറഞ്ചിന്റെ മധുരമുള്ള ചുണ്ടുകളും. സ്വീറ്റി ആ ഓർമ്മയുടെ ലഹരിയിൽ കണ്ണുകളടച്ച് ജനാലയുടെ സമീപത്തിട്ട കസേരയിലിരുന്നു. ഹോളിക്രോസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഡോക്ടർ ക്ലെമന്റിന്റെ മുറിയിൽ അപ്പോൾ അദ്ദേഹത്തെ കൂടാതെ ഡോക്ടർ അശോകും ഡോക്ടർ ജെയിംസും ഉണ്ടായിരുന്നു. ഹോളിക്രോസ് വിട്ടുകഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ പ്ലാൻ? ഡോക്ടർ ക്ലെമന്റ് അശോകിനെ നേർക്ക് നോക്കി ചോദിച്ചു. നേരെ തൃശൂർക്ക് പോകുന്നു. എന്റെ മമ്മയ്ക്ക് അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. 1 മാസം അവിടെ മമ്മയോടൊപ്പം കഴിയണം. അത് കഴിഞ്ഞിട്ടേ എവിടെ വർക്ക് ചെയ്യണം എന്നാലോചിക്കൂ. അശോക്, നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. ഇഫ് യു എവർ വിഷ് യു ക്യാൻ കം ബാക്ക് ടു ഹോളിക്രോസ്. ആത്മാർത്ഥതയോടാണ് ഡോക്ടർ ക്ലെമന്റ് അത്രയും പറഞ്ഞത്. അശോകിന്റെ പെർമിഷൻ ചോദിക്കാതെ ലണ്ടനിലെ കിങ് എഡ്വേർഡ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ അശോകിന്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തിരുന്നു. അവർക്ക് താല്പര്യമുണ്ടെന്ന് മെയിൽ വന്നിട്ടുണ്ട്, ഡോക്ടർ ജെയിംസ് അറിയിച്ചു. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ എനിക്ക് വേണ്ടത് കുറച്ച് വിശ്രമമാണ്. എ ബ്രീഫ് വെക്കേഷൻ, അശോക് പറഞ്ഞു. യെസ്, വി വോണ്ട് കമ്പൽ യു. അല്പനേരം കൂടി അവരോട് സൗഹൃദത്തോടെ സംസാരിച്ച ശേഷമാണ് അശോക് പുറത്തേക്ക് ഇറങ്ങിയത്. ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിയില്ല. വേണമെങ്കിൽ ക്രിസ്റ്റീസ് കോട്ടേജിലേക്ക് പോയി കുറച്ചുനേരം ഉറങ്ങാം. അല്ലെങ്കിൽ കാറെടുത്ത് പെരുവിങ്കളിലേക്കാണ് അശോക് പോയത്. നാളെയും മറ്റന്നാളും കൂടി മാത്രമേ ഈ നാട്ടിൽ കാണൂ. 2 ദിവസം മാത്രം. പോകുന്നതിന് മുമ്പ് വീണ്ടും കാണണം മെർലിനെ. പെരുവിങ്കളിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. പുറത്ത് മെർലിന്റെ കാറില്ല. അശോകിന് നിരാശ തോന്നി. വിളിച്ചു ചോദിച്ചിട്ട് വന്നാ മതിയായിരുന്നു. മെർലിൻ സ്ഥലത്തില്ല. അയാൾ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെന്നു. സിറ്റ് ഔട്ടിലേക്ക് കയറി ഡോർ ഹാൻഡിൽ തിരിച്ചു നോക്കി. വാതിൽ പൂട്ടിയിരിക്കുന്നു. പപ്പ അകത്ത് കാണാതിരിക്കുമോ? അയാൾ കോളിംഗ് ബെൽ മുഴക്കി. ആരാണ്? ഉള്ളിൽ നിന്ന് ലോറൻസിന്റെ ശബ്ദമുയർന്നു. ഞാനാണ് പപ്പ, അശോക്, അയാൾ വിളിച്ചു പറഞ്ഞു. 1 നിമിഷം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. അശോക്, പ്ലീസ് കമിൻ. പ്രസന്നമായ മുഖത്തോടെ ലോറൻസ് ക്ഷണിച്ചു. അശോക് അകത്തേക്ക് കയറി ചെന്നു. ഞാൻ മാത്രമേയുള്ളൂ. മെർലിൻ സ്കൂളിലേക്ക് പോയി. പ്രിൻസിപ്പൽ പറഞ്ഞിട്ടാണ്. എന്താണ് കാരണമെന്നറിയില്ല. അശോക് ഇരിക്കൂ. ലോറൻസിന്റെ എതിരെയുള്ള കസേരയിൽ അയാൾ ഇരുന്നു. ഞാൻ വെറുതെ വന്നത് നന്നായി. കാണാൻ പറ്റിയല്ലോ. എനിക്കിപ്പോൾ ഒരസുഖവുമില്ല അശോക്. പക്ഷേ പെട്ടെന്ന് ലോറൻസിന്റെ മുഖത്തെ പ്രകാശം മങ്ങി. എന്താണ്? അയാൾ ഇന്ന് രാവിലെയും വന്നിരുന്നു ചാൾസ്. എന്നെ കണ്ടില്ല. മെർലിനോടാണ് സംസാരിച്ചത്. 1 മാസത്തിനകം മാരേജ്. അശോക് മിണ്ടിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അശോക്?
എന്താണെന്ന അർത്ഥത്തിൽ അയാൾ ലോറൻസിനെ നോക്കി. പോണ്ടിച്ചേരിയിൽ എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ട്. ഹീസ് എ പ്രീസ്റ്റ്. മെർലിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാലോ? നല്ല ഐഡിയ ആണ് സാർ, താല്പര്യത്തോടെ അശോക് പറഞ്ഞു. ആരും അറിയാൻ പോകുന്നില്ല. ആൽബർട്ട് വിചാരിച്ചാൽ പോണ്ടിച്ചേരിയിൽ ഏതെങ്കിലും സ്കൂളിൽ മെർലിന് ടീച്ചറായി കഴിയുകയും ചെയ്യാം. പക്ഷേ മെർലിൻ തയ്യാറാകുമ്പോൾ പോകാൻ അശോക് സംശയിച്ചു. അശോക് പറഞ്ഞാൽ അവൾ അനുസരിക്കും. 1-2 ആഴ്ചയ്ക്കുള്ളിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു ട്രക്ക് പറഞ്ഞു വിട്ടാൽ മതി. രാത്രിയിൽ സ്ഥലം വിടാം. ഇവിടത്തെ വണ്ടി വാടകയ്ക്കെടുത്താൽ ചാൾസ് അത് ട്രേസ് ചെയ്യും. മെർലിന്റെ അസാന്നിധ്യത്തിൽ ലോറൻസും അശോകും കൂടി രക്ഷപ്പെടലിന്റെ വിശദാംശങ്ങൾ പ്ലാൻ ചെയ്തു. സംഗതി വിജയിക്കുമെന്ന് 2 പേർക്കും തോന്നി. മെർലിൻ വരാൻ വൈകിയപ്പോൾ അശോക് അവളെ കാണാതെ മടങ്ങി. സ്വീറ്റി ആലസ്യത്തോടെ കണ്ണു തുറന്നു നോക്കി. വിശാലമായ ആ കിടപ്പുമുറിയിലെ കൊത്തുപണികളുള്ള ഇരട്ടക്കട്ടിലിൽ അവൾ തനിച്ചായിരുന്നു. ശരീരം ഇളം നീല നിറമുള്ള ഒരു വൂളൻ ഷീറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നു. ചാൾസ്, അവൾ വിളിച്ചു. പെട്ടെന്ന് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ചാൾസ് അവളുടെ അടുത്തേക്ക് വന്നു. യെസ് ഡാർലിംഗ്. വെള്ള പൈജാമയിലും കുർത്തിയിലേക്കും അയാൾ വേഷം മാറിക്കഴിഞ്ഞിരുന്നു. ഇവിടെ ഇരിക്കൂ, അവൾ ആവശ്യപ്പെട്ടു. മെത്തയിൽ അവളുടെ അടുത്ത് അയാൾ ഇരുന്നു. ആർ യു ഹാപ്പി? അയാളുടെ കൈയെടുത്ത് തലോടിക്കൊണ്ട് സ്വീറ്റി ചോദിച്ചു. യെസ്, മോർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. യു ആർ മാർവലസ് സ്വീറ്റി. ചാൾസ്, ഇന്നലെ വരെ ഞാനൊരു കന്യകയായിരുന്നു, എ വെർജിൻ, അവൾ പറഞ്ഞു. എനിക്കത് മനസ്സിലായി സ്വീറ്റി. പക്ഷേ ഞാൻ വിചാരിച്ചത്, എനിക്ക് തോന്നി. ചാൾസ്, എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറായത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഐ ലവ് യു. എന്റെ പുരുഷ സങ്കല്പവുമായി വളരെയധികം യോജിക്കുന്നവനാണ് നിങ്ങൾ. അതുകൊണ്ടാണ്. മൈ ലക്ക്. ചാൾസ്, ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. ടെൽ മീ, വൈ ഡോണ്ട് വി ഗെറ്റ് മാരീഡ്? ചാൾസിന് ഏറ്റവും യോജിച്ച വൈഫായിരിക്കും ഞാൻ. അവൾ പ്രതീക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അത് നടക്കില്ല സ്വീറ്റി. ഉറച്ചതായിരുന്നു അയാളുടെ വാക്കുകൾ. എനിക്കതിനുള്ള യോഗ്യതയില്ലായിരിക്കാം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. വൈ കാന്റ് യു മേക്ക് മീ യുവർ മിസ്ട്രസ്? ഔദ്യോഗികമല്ലാത്ത ഭാര്യ. എന്നെ ഇവിടെ താമസിപ്പിക്കാം. അല്ലെങ്കിൽ വേറൊരു വീടെടുത്ത് എപ്പോൾ വേണമെങ്കിലും ചാൾസിന് എന്റെ അടുത്ത് വരാം. ഞാൻ ഒരവകാശവാദവും ഉന്നയിക്കുകയില്ല. സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എഴുന്നേറ്റ് ഡ്രസ് ചെയ്യൂ. സ്വീറ്റിയെ തോമസ് കൊണ്ടുവിടും, അയാൾ പറഞ്ഞു. ഒന്നും മിണ്ടാതെ സ്വീറ്റി എഴുന്നേറ്റ് വേഷം ധരിച്ചു. നിലക്കണ്ണാടിയിൽ നോക്കി മുടി ചീകി. ലഘുവായി മേക്കപ്പ് ചെയ്തു. ദൃഢനിശ്ചയത്തോടെ അവൾ ചാൾസിന്റെ നേരെ തിരിഞ്ഞു. ചാൾസ്, അവസാനമായൊരു റിക്വസ്റ്റ്. മെർലിനെ വെറുതെ വിടൂ. അവൾ അശോകുമൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്, അവൾ പറഞ്ഞു. നോ സ്വീറ്റി, എനിക്ക് അവളെ വേണം. ഞാൻ ആഗ്രഹിച്ചു പോയി. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട. നേരം വൈകുന്നു, പോകാൻ നോക്കു വേഗം, അയാൾ അക്ഷമയോടെ ആവശ്യപ്പെട്ടു. സ്വീറ്റി അയാളുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. അവളുടെ കണ്ണുകളൊന്ന് ഇടുങ്ങി. നിങ്ങളുടെ കിടക്ക പങ്കിടാൻ കൊതിച്ചു നടന്ന ഒരു സ്ത്രീയാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ വന്നതിന് വേറൊരു പ്രധാന ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ചാൾസ്. അതിൽ ഞാൻ വിജയിച്ചു. അയാൾ അവളെ തുറച്ചു നോക്കി. മെർലിനെ നിങ്ങൾക്ക് കിട്ടില്ല. നമ്മളൊന്ന് ചുരുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അവളോട് പറയും. തെളിവുകൾ കൊടുക്കും. അത് മതി അവൾക്ക് നിങ്ങളെ തള്ളിപ്പറയാൻ, നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അവൾ വെറുതെ പറഞ്ഞതല്ല അതെന്ന് അയാൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. ക്രൂരമായ പുഞ്ചിരിയായിരുന്നു അത്. സ്വീറ്റി, നീ ഇക്കാര്യം ആരോടും പറയില്ല. തെളിവുകൾ കൊടുക്കില്ല. കാരണം മരിച്ചവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. മിന്നൽ വേഗത്തിൽ അയാൾ ഇരു കൈകൊണ്ടും അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. തന്റെ ശക്തി മുഴുവൻ അയാൾ കൈകളിലേക്ക് പ്രവഹിപ്പിച്ചു. ശ്വാസം കിട്ടാതെ സ്വീറ്റിയുടെ കണ്ണുകൾ തുറിച്ചു. നാവ് പുറത്തേക്ക് തള്ളി. പ്രാണവായുവിനു വേണ്ടി അവളുടെ ശരീരം പിടഞ്ഞു. അവൾ സർവശക്തിയുമെടുത്ത് അലറി വിളിച്ചു. ഒരു ശബ്ദവും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. പുറത്ത് ഓറഞ്ച് മരങ്ങൾ ഒന്നും അറിയാതെ നിശ്ചലമായി നിന്നു. അന്ന് ഡോക്ടർ അശോകിന്റെ അവസാനത്തെ പേഷ്യന്റ് 65-കാരിയായ റോസക്കുട്ടിയായിരുന്നു. 2 മാസമായി ശ്വാസതടസ്സത്തിന് ചികിത്സയിലായിരുന്നു. എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട് മോനെ, അവർ പറഞ്ഞു. എന്നാലും അമ്മച്ചി 1 മാസം കൂടി മരുന്ന് കഴിക്കണം. രാവിലെയും രാത്രിയിലും ഓരോ ടാബ്ലറ്റ് വീതം, അശോക് ഉപദേശിച്ചു. മരുന്നൊക്കെ കൃത്യമായിട്ട് എന്റെ ഡേസിമോൾ എടുത്തു തരും. സഹായിയായിട്ട് അവരുടെ മകന്റെ മകൾ 15-കാരിയായ ഡേസി ഉണ്ടായിരുന്നു കൂടെ. ഡേസിയെ നോക്കി അശോക് പുഞ്ചിരിച്ചു. വല്യമ്മച്ചിയെ ഡേസി കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി അസുഖം വരാൻ പാടില്ല. ഉവ്, അവൾ തലകുലുക്കി.
അപ്പോഴാണ് വാതിൽ തുറന്ന് സെബാസ്റ്റ്യൻ തലകാട്ടിയത്. അശോകിന് കാര്യം മനസ്സിലായി. 5 മണിക്കാണ് സെൻഡ് ഓഫ് എന്ന് അറിയിച്ചിരുന്നു. ഡോക്ടർ ക്ലെമന്റ് പറഞ്ഞു വിട്ടതായിരിക്കും സെബാസ്റ്റ്യനെ. വരാമെന്നർത്ഥത്തിൽ അശോക് തലകുലുക്കി കാണിച്ചു. സെബാസ്റ്റ്യൻ പിൻവലിഞ്ഞു. മോൻ ഈ ആശുപത്രിയിൽ നിന്ന് പോവാണെന്നറിഞ്ഞത് നേരാണോ? സങ്കോചത്തോടെ റോസക്കുട്ടി ചോദിച്ചു. അതെ അമ്മച്ചി, ഇന്നുകൂടി മാത്രമേ ഞാനിവിടുള്ളൂ. അമ്മച്ചിയാണ് എൻ്റെ ലാസ്റ്റ് പേഷ്യന്റ്, അയാൾ പറഞ്ഞു. അപ്പോ എനിക്കിനി അസുഖം വന്നാല്? ആശങ്കയോടെ അവർ ചോദിച്ചു. ഇനി അമ്മച്ചിക്ക് അസുഖമൊന്നും വരത്തില്ല. അഥവാ വന്നാൽ തന്നെ ഇവിടെ വേറെ നല്ല ഡോക്ടർമാരുണ്ട്. അമ്മച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എന്നാലും മോൻ എന്നെ നോക്കുന്നതായിരുന്നു എനിക്കിഷ്ടം, റോസക്കുട്ടി പറഞ്ഞു. അമ്മച്ചി ചെല്ല്. പുഞ്ചിരിയോടെ അയാൾ അവരെ യാത്രയാക്കി. വാഷ് ബേസിനടുത്തേക്ക് ചെന്ന് അശോക് സോപ്പ് പതച്ച് നന്നായി കൈകഴുകി ടവലിൽ തുടച്ചു. പിന്നെ വാതിൽ തുറന്ന് കൺസൾട്ടിംഗ് റൂമിൽ നിന്നിറങ്ങി. പുറത്ത് സെബാസ്റ്റ്യൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കോൺഫറൻസ് റൂമിലാ ഫംഗ്ഷൻ. ഡോക്ടറെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ നിൽക്കുക. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അശോക് മടിയോടെ പറഞ്ഞു. ആവശ്യമുണ്ട്. അവസാനമായി എല്ലാരെയും ഡോക്ടർക്കൊന്ന് കാണണ്ടായോ? എല്ലാവർക്കും ഡോക്ടറെയും. 100 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ചെറിയ ഹാളായിരുന്നു കോൺഫറൻസ് റൂം. അശോക് ചെന്നപ്പോൾ എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. ഇരിപ്പിടം കിട്ടാത്ത കുറച്ചുപേർ പിന്നിൽ നിൽക്കുന്നു. വേദിയിൽ 2 സീറ്റ് മാത്രം. ഡ്യൂട്ടിയിലില്ലാത്ത മിക്ക ഡോക്ടർമാരും നഴ്സുമാരും മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫും സന്നിഹിതരായിരുന്നു. ഡോക്ടർമാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ക്ലെമന്റ് തലതിരിച്ചു നോക്കിയപ്പോഴാണ് അശോകിനെ കണ്ടത്. പ്ലീസ് കം ഡോക്ടർ അശോക്. ക്ലെമന്റ് അയാളെയും കൊണ്ട് വേദിയിലേക്ക് ചെന്നു. ഇരിക്കൂ. അശോകിനെ ഇരുത്തിയിട്ട് അയാൾ മൈക്രോഫോണിന്റെ അടുത്തേക്ക് ചെന്നു. ഗുഡ് ഈവനിങ് ഓൾ മൈ ബിലവഡ് കൊളീഗ്സ്. നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ അശോക് സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടുന്ന് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് വേദനാജനകമായ ഒരു സംഭവമാണിത്. പക്ഷേ ഡോക്ടർ അശോകിന്റെ ഇഷ്ടത്തിന് വിലങ്ങുതടിയായി നിൽക്കാൻ മാനേജ്മെന്റിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് സ്വീകരിക്കുകയായിരുന്നു. ഡോക്ടർ എന്ന നിലയിൽ അശോകിന്റെ സാമർത്ഥ്യത്തെക്കുറിച്ചും വ്യക്തി എന്ന നിലയിലുള്ള നന്മയെക്കുറിച്ചും ഡോക്ടർ ക്ലെമന്റ് അല്പനേരം കൂടി സംസാരിച്ചു. ഡോക്ടർ അശോക് ഏത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്താലും അദ്ദേഹത്തിന്റെ സേവനം ആ സ്ഥാപനത്തിന് മുതൽക്കൂട്ടായിരിക്കും. അശോകിന്റെ ഈ വേർപിരിയൽ താൽക്കാലികമാണെന്നും സമീപഭാവിയിൽ തന്നെ അദ്ദേഹം ഹോളി ക്രോസിലേക്ക് തിരിച്ചെത്തുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. ഏവരും കൈയടിച്ചു. അശോകിന്റെ ഊഴമായിരുന്നു അടുത്തത്. ഫ്രണ്ട്സ് ആൻഡ് കൊലീഗ്സ്, ഹോളി ക്രോസിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് 2-3 ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടിയ സ്നേഹവും സഹകരണവും തൃപ്തിയും മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല. ഹോളി ക്രോസിലെ ജീവിതം എനിക്ക് പുതിയ അനുഭവങ്ങൾ തന്നു, പുതിയൊരു ലോകം കാട്ടിത്തന്നു, ഒരുപാട് സുഹൃത്തുക്കളെ നേടിത്തന്നു. എന്നിട്ടും ഞാൻ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് തികച്ചും വ്യക്തിപരമായ ചില കാരണങ്ങളാണ്. ഡയറക്ടർ പറഞ്ഞതുപോലെ ഹോളി ക്രോസിലേക്ക് എത്രയും വേഗം തിരിച്ചു വരണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. വീണ്ടും നിലയ്ക്കാത്ത കയ്യടി. പിന്നെ ചായ സൽക്കാരമായിരുന്നു. ആ സമയത്ത് മിക്ക സ്റ്റാഫും അശോകിന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു, സ്നേഹവും സന്തോഷവും അറിയിച്ചു. 7 മണിയായപ്പോഴാണ് എല്ലാവരും പിരിഞ്ഞത്. അപ്പോഴേക്ക് ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു. ഓൾ മൈ വിഷസ്. ഡോക്ടർ ക്ലെമന്റ് കൈപിടിച്ചു കുലുക്കി അശോകിന് ആശംസ നേർന്നു. താങ്ക് യു ഡോക്ടർ. കാറിനടുത്തേക്ക് സെബാസ്റ്റ്യൻ വന്നു. എപ്പോഴാണ് നാളെ പോകുന്നത്? അവൻ ചോദിച്ചു. 10 മണിക്കെങ്കിലും പുറപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യമായിട്ടൊന്നും പാക്ക് ചെയ്യാനില്ല. ചെന്നു കഴിഞ്ഞ് 1 മണിക്കൂർ കൊണ്ട്. രാവിലെ ഞാൻ വരാം ഡോക്ടർ, അവൻ പറഞ്ഞു. സിബിക്ക് നാളെ ഡ്യൂട്ടി ഇല്ലേ? ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി ആക്കി. അപ്പോൾ നാളെ കാണാം. അശോക് കാർ സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റ് കടന്ന് വണ്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഞ്ഞു വീഴ്ചയുണ്ടെന്ന് മനസ്സിലായത്. ഇരുട്ടിലെ മൂടൽമഞ്ഞിനെ തുളച്ച് ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിന് അധിക ദൂരം പോകാൻ കഴിഞ്ഞില്ല. അത് കാരണം വേഗം വളരെ ശ്രദ്ധിച്ചാണ് അശോക് ഡ്രൈവ് ചെയ്തത്. അപ്പോഴാണ് പാസഞ്ചർ സീറ്റിൽ വെച്ചിരുന്ന മൊബൈൽ ബെല്ലടിച്ചത്. ഇടത് കൈകൊണ്ട് അയാൾ അതെടുത്തു നോക്കി. മെർലിൻ ആയിരുന്നു. ഹലോ മെർലിൻ. അയാൾ കോൾ എടുത്തു. എവിടെയാണിപ്പോൾ? അവൾ ചോദിച്ചു. ഹോളി ക്രോസിൽ നിന്ന് കോട്ടേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത്ര ലേറ്റ് ആയത്? സെൻഡ് ഓഫ് പാർട്ടി ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യുകയല്ലേ, ഞാൻ വെച്ചേക്കാം, അവൾ പറഞ്ഞു. സാരമില്ല, സംസാരിക്കാം. അടുത്ത ഹെയർപിൻ വളവിൽ റോഡിന് നല്ല വീതിയുണ്ടായിരുന്നു. അശോക് അവിടേക്ക് വണ്ടി ഒതുക്കി. നാളെ എപ്പോഴാണ് പോകുന്നത്? മെർലിൻ തിരക്കി. 10 മണിയാകുമ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നു. രാവിലെ ഞാൻ വരാം. എനിക്ക് അശോകിനെ ഒന്നുകൂടി കാണണമെന്നുണ്ട്. നാളെ കഴിഞ്ഞാൽ ഇനി കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലെങ്കിലോ?
അങ്ങനെയൊന്നും ചിന്തിക്കരുത് മെർലിൻ. വേദനയോടെ അയാൾ അവളെ വിലക്കി. പക്ഷേ എന്റെ മനസ്സങ്ങനെ പറയുന്നു. നല്ലത് മാത്രം ചിന്തിക്കൂ മെർലിൻ. ബട്ട് ഐ ക്യാൻറ്റ്. കൂരിരുട്ടിൽ ദൂരെ വെളിച്ചത്തിന്റെ ഒരു പൊട്ടുപോലും കാണുന്നില്ല. അശോക് ഒന്നും മിണ്ടിയില്ല. റേവ് ചെയ്യുകയല്ലേ, പൊയ്ക്കോളൂ, നാളെ കാണാം, ഗുഡ് നൈറ്റ്. അയാൾ ക്രിസ്റ്റീസ് കോട്ടേജിലേക്ക് വണ്ടി ഓടിച്ചു. അപ്പോൾ മെർലിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. നല്ലതു മാത്രം ചിന്തിക്കൂ എന്ന് അവളെ ഉപദേശിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ നാളെ മെർലിനെ കാണാൻ സാധിക്കും. അത് അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ക്രിസ്റ്റീസ് കോട്ടേജിന്റെ അടഞ്ഞ ഗേറ്റിന് മുമ്പിൽ ചെന്ന് കാർ നിന്നു. കോട്ടേജ് അപ്പോൾ പൂർണ്ണമായും ഇരുളിലായിരുന്നു. ഒരു മുറിയിൽ പോലും വെളിച്ചമില്ല. അശോകിന് പെട്ടെന്ന് ആശങ്ക തോന്നി. സ്വീറ്റി കോട്ടേജിലില്ലേ? അവൾ പുറത്തു പോയിട്ട് ഇതുവരെ വന്നില്ലേ? അയാൾ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് മലർക്കെ തുറന്നു വെച്ചു. വണ്ടി അകത്തേക്ക് കയറി. സ്വീറ്റി കിടന്നുറങ്ങുകയായിരിക്കുമോ? ലൈറ്റിടാൻ മറന്നതായിരിക്കുമോ? കോട്ടേജിന് 2 താക്കോലുകളാണുള്ളത്. ഒന്ന് സ്വീറ്റിയുടെ കയ്യിലാണ്. അശോക് മൊബൈലിന്റെ വെളിച്ചത്തിൽ കീച്ചെയിനിൽ നിന്ന് മുൻവാതിലിന്റെ താക്കോൽ കണ്ടുപിടിച്ച് പൂട്ടു തുറന്നു. ഡ്രോയിങ് റൂമിലെ ലൈറ്റാണ് ആദ്യം തെളിച്ചത്. സ്വീറ്റി, അയാൾ വിളിച്ചു. അവളുടെ മുറിയിലേക്ക് ചെന്ന് അയാൾ ലൈറ്റിട്ട് നോക്കി. അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. എവിടെ പോയതാണ് സ്വീറ്റി? പീറ്റേഴ്സ് പോയിന്റിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിന്? ഇത്രയും ലേറ്റാകുമ്പോൾ അവൾ വിളിക്കാതിരിക്കില്ല. മൊബൈൽ എടുത്ത അയാൾ അവളുടെ നമ്പറിൽ വിളിച്ചു. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. എവിടെ പോയി സ്വീറ്റി? അശോക് ഓരോ മുറിയിലും കിച്ചണിലും ചെന്ന് നോക്കി. അവളെ കണ്ടില്ല. ഒരു പക്ഷേ മെർലിന്റെ വീട്ടിൽ? ഇല്ല, അവിടെ ചെന്നെങ്കിൽ മെർലിൻ പറയുമായിരുന്നല്ലോ. പെട്ടെന്ന് അശോകിന്റെ ഉള്ളിൽ ഭീതി നിറഞ്ഞു. സ്വീറ്റിക്ക് എന്തെങ്കിലും അപകടം? മമ്മയുടെ അടുത്ത് പോകാൻ ഒരു സാധ്യതയുമില്ല. നാളെ നാട്ടിലേക്ക് പോകാനിരിക്കെ അവൾ ഒന്നും മിണ്ടാതെ ഇന്ന് പോകുകയില്ല. ഇനി സ്വീറ്റിയെ എവിടെ ചെന്ന് അന്വേഷിക്കും? കാറെടുത്ത് ലക്ഷ്യമില്ലാതെ അശോക് അവളെ തെരഞ്ഞിറങ്ങി.